ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ ഭാരതം, ആ ഭാരതം തലയുയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാരതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്ങും തണലുമായിട്ട് നിൽക്കാൻ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാവും. ഞാൻ അങ്ങയോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന ഇന്ത്യയെ പറ്റി അല്ലെങ്കിൽ ഭാരതത്തെ പറ്റി പഠിക്കുന്ന ഒരു പാഠമുണ്ടെന്ന്. അതായത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു ഇതിലുണ്ട്, ഈ ഭാരതം എന്നാൽ എന്താണെന്ന്, ഭാരത സംസ്കാരത്തെ അവർ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുവെന്ന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങ് അകലെ ഭാരതം എന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് നിലവിളക്ക് പോലെ പവിത്രമായ ഒരു സംസ്കാരമുണ്ട്. അവിടെ ഒരുപറ്റം ഭാരതീയ ജനങ്ങളുണ്ട്. അതിഥി ദേവോ ഭവ എന്ന മന്ത്രവുമായി നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരുപറ്റം ഭാരതീയരാൾക്കാർ. ലോകമെമ്പാടും ഇസ്രായേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി അഭയവും അന്നവും തന്ന നാട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും ഇസ്രയേലിനോട് കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നാട്. ഇപ്പോ കേരള മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വലിയ രീതിയിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നടക്കുമ്പോൾ ഏതൊരു രാജ്യത്തെ ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു യുദ്ധമാവുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സാധാരണ ആൾക്കാരുടെ ജീവിതം വളരെയധികം കഷ്ടത്തിലാവുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനജീവിതം ഒന്നും സ്തംഭിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയല്ല ഇസ്രായേൽ ജീവിതം കടന്നു പോകുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ സോഷ്യൽ മീഡിയയിലൂടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പോലും ഞാൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്റെ സോഷ്യൽ മീഡിയയിൽ. ഇവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. തീർച്ചയായിട്ടും മിസൈലുകൾ വരുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ ഗവൺമെന്റ് പറയുന്ന എല്ലാ റൂൾസും തീർച്ചയായിട്ടും ഇവിടുത്തെ സിവിലിയൻസും ഇവിടെ ജോലി ചെയ്യുന്ന ഫോറിനർ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും അതിന്റെ സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ പോലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു 30ഓളം മിസൈല് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ഫോണിൽ എക്സ്ട്രീം അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ബീയിങ് എനിക്ക് ബങ്കറിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവരിട്ട സാധനം ബോർഡർ പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേലിന്റെ അയൺഡോം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം ഇവിടെ 4:33, 4:10 റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൽ നിന്നും ഇപ്പൊ നമ്മള് ഇറാനെ ആക്രമിച്ചതായിട്ടൊരു റിപ്പോർട്ട് ഇസ്രായേൽ ഹയോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ടെഹ്റാനിലെ അതായത് ഇറാന്റെ പ്രഥമ പൗരനായ ഖമേനിയുടെ ബങ്കർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ബങ്കർ തരിപ്പണമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഖമേനിയ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പുതിയൊരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഫ്യൂജി കേന്ദ്രങ്ങൾ, 2 കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്ന സെൻട്രൽ ഫ്യൂജി 2 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ആക്രമണത്തിൽ തകർന്നു പോയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാരണം അവിടുത്തെ സാധാരണ സിവിലിയൻസിനെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റവും അതിനു ചുറ്റും താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെഹ്റാനിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് ചുറ്റും നമ്മൾ ആക്രമണം നടത്തിയിരുന്നു. കാരണം യുറേനിയം കൺസപ്ഷൻ ആണ് അവർ മെയിൻ ആയിട്ടും നോക്കിയിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2 ദിവസം മുമ്പേ നമ്മൾ ഇറാനോട് മെയിൽ ത്രൂ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇറാന്റെ പ്രഥമ പൗരനായ ഖമേനിയോട് യുറേനിയം കൺസപ്ഷൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തും തന്നെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല, കാരണം നിങ്ങൾ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആയ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വകവെക്കാതെ വീണ്ടും അവർ യുറേനിയം കൺസപ്ഷൻ ചെയ്തത് കൊണ്ടാണ് ആക്രമണം നടത്തിയത്. 300-ഉം 400-ഉം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് അവർ അഴിച്ചുവിടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് വലിയ തോതിലുള്ള ഒരു നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു നഷ്ടങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. സാധാരണ ജീവിതം തന്നെയാണ് ഇവിടുത്തെ ആളുകൾ നയിക്കുന്നത്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആവലാതി കാണിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ആഘോഷവും കൂടി ഇതിന്റെ ഒപ്പം ഉണ്ട്. ഇറാന്റെ ചില സ്ഥലങ്ങളിൽ
അല്ലെങ്കിൽ ഇറാനെ വ്യാപകമായിട്ട് ആക്രമിക്കുമ്പോൾ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഇസ്രായേൽ ഇത് തീക്കളിയാണോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ ഇറാന്റെ മിസൈലുകൾ ഏതെങ്കിലും വന്ന് പതിച്ചാൽ, അല്ലെങ്കിൽ അയോഡോം തകർക്കപ്പെടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും വന്ന് പതിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ഇത് ആഘോഷമാക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ, ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ. മീഡിയ വൺ ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾക്കറിയാം പല ഘട്ടങ്ങളിലായിട്ട് ഇത് ഇസ്രായേലിനെ ഏത് സാഹചര്യത്തിലും എതിർക്കുന്ന ഒരു മീഡിയയാണ്. പക്ഷെ മീഡിയ വണ്ണിനേക്കാൾ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോട്, അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ അവിടെ നിന്ന് കാണുന്ന സമയത്ത് എന്താണെന്ന് തോന്നുന്നത്? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടില്. എന്ത് കള്ളത്തരവും പ്രചരിപ്പിച്ച് നമ്മുടെ ചാനലിന് റീച്ച് കിട്ടണം, TRP റേറ്റിംഗിൽ ഒന്നാമത് എത്തണം എന്നുള്ള ഒരു അജണ്ട അവർക്കുള്ളത് കൊണ്ട് എന്ത് കാര്യങ്ങളും വാർത്ത എന്ന് പറയുന്നത്, നമുക്ക് പ്രാധാന്യമുള്ള വാർത്തകളെ പോലും വളച്ചോടിച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുന്ന ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെ നമുക്ക് ഇപ്പം വരും ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഇസ്രയേലിലുള്ള ഒരുപറ്റം മലയാളികള് നാട്ടിലെ ന്യൂസ് ചാനലിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ചിട്ട് നാട്ടിലുള്ള ജനങ്ങളെ പാനിക്കാക്കുന്ന പോലെ ഉള്ള രീതിയിലാണ് വാർത്തകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് മീഡിയ വണ്ണില് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യക്കാരായിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരോടും വിജിലന്റ് ആയിരിക്കുക, സേഫ്റ്റി പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കുക. അങ്ങനെ ഒരു എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരായ ആൾക്കാരെല്ലാം ഇന്ത്യൻ എംബസിയായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പോലും അവർ പോലും ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ടില്ല. ടെലവീവിലാണ് ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ചാനലുകാർ ഇന്ത്യക്കാരെ മുഴുവൻ അവിടുന്ന് ഒഴിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നാടും വീടും ഉറ്റവരെയും ഉടയവരെയും വിട്ടിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, കുടുംബത്തിന് തീർച്ചയായിട്ടും ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വാർത്ത സത്യസന്ധവും നീതിയുക്തവുമായിരിക്കണം. വ്യാജ പ്രചരണങ്ങൾ നടത്തി മനുഷ്യരിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു പത്രാധിപന്റെയോ അല്ലെങ്കിൽ ഒരു പത്രമാധ്യമത്തിന്റെയും ധർമ്മമായിട്ട് കണക്ക് കൂട്ടാൻ തീർച്ചയായിട്ടും പറ്റത്തില്ല. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയത് കൊണ്ട് എല്ലാ മാധ്യമങ്ങളും വളരെയേറെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. നാളെ എന്നല്ല, എന്നും ഇന്ത്യക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഹോദര സ്ഥാനീയനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് ഇസ്രയേലിനെയാണ്. ഇന്ത്യക്ക് തണ്ടൊഴിഞ്ഞ താമരയെ താങ്ങി നിർത്തുന്ന പോലെയാണ് എപ്പോഴും ഇന്ത്യക്ക് പിന്തുണയുമായി ഇസ്രയേൽ നിൽക്കുന്നത്. എപ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ എന്ന നമ്മുടെ ഭാരതം, ഈ ഭാരതം എപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ എപ്പോഴും ഉന്നമനത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഭാരതം, പോപ്പുലേഷനിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ ഭാരതം, ആ ഭാരതം തലയുയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാരതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്ങും തണലുമായിട്ട് നിൽക്കാൻ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാവും.